ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നിപ്പോൾ അവസാനം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതൊരു മര്യാദ നിലക്ക് അത് നല്ല ഒരു കീഴ്വഴക്കം തന്നെയായി മാറി. ഏതായാലും ആരോപണം ഉന്നയിച്ചു, അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അത് പാർട്ടി പദവിയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന പദവി, MLA പദവി. അത് രാജിവെക്കേണ്ടതുണ്ടോ എന്നാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമരമുറകളും അതിനുവേണ്ടി നടക്കുന്നുണ്ട്. അത് സ്വാഭാവികം. അതിപ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്താണ് രാഹുൽ പ്രസിഡന്റ് ആയിരിക്കുന്നു, ഓപ്പോസിറ്റ് ഏതെങ്കിലും ഭാഗത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിൽ തീർച്ചയായും രാഹുലും അതിനു വേണ്ടിയുള്ള വലിയ സമരമുറകളൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ സമരത്തിന് നടക്കട്ടെ, അത് കുറച്ച് കാണുന്നില്ല, അതൊക്കെ ആവശ്യവുമാണ്. പക്ഷേ ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന, ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, ഓക്കെ, അത് പാർട്ടി കാര്യമാണ്. തീർച്ചയായും അത് കോൺഗ്രസ്സുകാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന അച്ചടക്കലംഘനം, പാർട്ടിയുടെ ബാധിക്കുന്ന അച്ചടക്കലംഘനം പാർട്ടി വെച്ച് ഉറപ്പിക്കില്ല. അപ്പോൾ പാർട്ടി സ്ഥാനം രാജിവെച്ചു, ഓക്കെ. MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ടതുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. തീർച്ചയായും ഈ ചോദ്യത്തിന്റെ പ്രശസ്തി എവിടെ എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ, അതിനുവേണ്ടിയുള്ള സമരമുറകൾ പാലക്കാടും അദ്ദേഹത്തിന്റെ നാട്ടിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ നടക്കുന്നു എന്നൊക്കെ വാർത്തകളിൽ നിന്ന് വളരെ അടിക്കടി ഉള്ള വാർത്തകളിൽ വന്നു കഴിഞ്ഞു. പിന്നെ ഒരു ഓഡിയോ ക്ലിപ്പ് അതുമായി ബന്ധപ്പെട്ട് അതും പ്രചരിക്കുന്നുണ്ട്. അതും ന്യൂസ് ചാനലുകളൊക്കെ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ഇതിന്റെ വസ്തുത. എന്തായാലും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. അത് അവരുടെ പാർട്ടി മര്യാദ അനുസരിച്ച് അദ്ദേഹം രാജിവെച്ചു. അത് പാർട്ടി കീഴ്വഴക്കമാണ്. പാർട്ടി ഒരു ആരോപണം ഉയർന്നു, ആ ആരോപണത്തിന് തെളിയുന്നത് വരെ അദ്ദേഹം മാറി നിന്നു എന്നൊക്കെ മനസ്സിലാക്കാം തീർച്ചയായും. പക്ഷെ ഇവിടെ ചോദ്യം സാധാരണക്കാർ ചോദിക്കുന്നത്, MLA സ്ഥാനം രാജിവെക്കുന്നുണ്ടോ, എന്താണ് അതിന്റെ പൊരുൾ? കാരണം ഈ പാലക്കാടും പത്തനംതിട്ടയിലും ഒക്കെ അതിനുവേണ്ടിയുള്ള സമരമുറകളും നടക്കുന്നുണ്ട്. തീർച്ചയായും അതും ആവശ്യമാണ്, സമരമുറകളും ആവശ്യമാണ്. കാരണം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ യുവജനങ്ങളും പ്രസ്ഥാനങ്ങളും പാർട്ടികളും ഒക്കെ അതിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അത് എന്താണോ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഇവിടെ ഇപ്പം നമ്മൾ സാധാരണയായി ഒരു വിഷയം ചാനലുകളിലും മറ്റും ഒക്കെ ന്യൂസിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ അറിയുമ്പോഴും അതിൽ പോലീസ് പറഞ്ഞത് ഇങ്ങനെ എന്നാവും നമ്മൾ ലാസ്റ്റ് വായിക്കുക. അതാണ് നമ്മൾ ഔദ്യോഗിക ന്യൂസായി എടുക്കുകയും നമ്മളത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുക. ഇപ്പോൾ പോലീസ് പറയുന്നത് ഇങ്ങനെ എന്നൊക്കെയാണ് ഒരു വാർത്തയുടെ പ്രാധാന്യമുണ്ടാവും. ഇതിൽ അതില്ല. ഇത് മൊത്തം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വരുന്നത് ന്യൂസ് ചാനലുകളിലൂടെ മാത്രമാണ്. ഇതിനെപ്പറ്റി ആരും പരാതി കൊടുത്തിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. ഇപ്പോഴൊരു അഭിഭാഷകന്റെ ഒരു പരാതി ഓഡിയോ ക്ലിപ്പിനെ സംബന്ധിച്ചിട്ട് ഇതിന്റെ നിജസ്ഥിതി അറിയണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ആ ഓഡിയോ ക്ലിപ്പിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് കോടതിക്ക് കണ്ടെത്തേണ്ടെങ്കിൽ അതിനൊരുപാട് പോലീസിനും അതിനൊക്കെ സമയവും അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ ടെസ്റ്റ് കാര്യങ്ങളും ഒക്കെ നടത്തിയാലല്ലേ അത് സൗണ്ട് ആരതാണ് എന്താണ് എന്നൊക്കെ അറിയാനും അതുമായി ബന്ധപ്പെട്ട രേഖകളെ ആദ്യം കക്ഷികളെ കണ്ടെത്തുകയും, ഇതിപ്പോ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു എന്നാണ് പറയുന്നത്, അത് ആരാണ് സൗണ്ട് എന്ന് ആദ്യം പോലീസ് കണ്ടെത്തുമായിരിക്കും. കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഉപകരണങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിടിച്ചെടുത്തിട്ടല്ലൊക്കെ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെയൊക്കെയുള്ള നമ്മൾ ന്യൂസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. നടത്തിയിട്ടൊക്കെയാണ് അത് ഒറിജിനലാണോ. ഇപ്പോൾ അഭിഭാഷകൻ കൊടുത്ത പരാതി അത് കോടതിയിൽ അത് ചോദ്യം ചെയ്യും, ഓപ്പോസിറ്റ് പാർട്ടി ആൾക്കാരുണ്ടാവും, അവർ ചോദ്യം ചെയ്യും. അപ്പം അതിനൊക്കെ തെളിവുകളുണ്ടോ, അത് ശരിയാണോ പരാതി, അത് ആ സൗണ്ട് ആരതാണ്, ഇതിനൊക്കെ ഈ കക്ഷികളെ കണ്ടെത്തി കക്ഷികളിൽ നിന്ന് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ പിടിച്ചെടുത്ത് അത് ടെസ്റ്റുകളൊക്കെ നടത്തി എന്നാലാണ് അതിനൊരു കൃത്യത വരികയുള്ളൂ. അപ്പോൾ തൽക്കാലം ഈ MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് എവിടെയും എത്തുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആരും പരാതി കൊടുക്കാത്തടത്തോളം കാലം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലല്ലോ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ച് വരുമ്പോഴാണ് സ്പീക്കറുടെ അനുമതിയോടുകൂടിയൊക്കെയാണ്
ഒരു MLA പോലീസ് ചോദ്യം ചെയ്യലും കാര്യങ്ങളും അറസ്റ്റും ഒക്കെ നടക്കുക. അത് സ്പീക്കറുടെ അനുമതിയോടുകൂടിയാണ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വരിക. ഇവിടെ അതൊന്നും നടക്കുന്നില്ല. ഒരു നിയമ നടപടിയും ഇപ്പോൾ ഇതുവരെ സ്വീകരിച്ചതായിട്ട് അറിയുന്നില്ല. ഒരു അഭിഭാഷകന്റെ പരാതി എത്തിയിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, അത് ബാലാവകാശ കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒഫൻസ് വരുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം അത് തെറ്റാണ്. അപ്പോൾ അത് ഇനി പോലീസ് കണ്ടുപിടിക്കേണ്ടതും തെളിയിക്കേണ്ടതും ഒക്കെയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ വസ്തുത. അപ്പോൾ ഈ പെട്ടെന്ന് ഒരു MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തേണ്ടതില്ല എന്ന് തന്നെയാണ്. കാരണം ഇത് തന്നെയാണ് ഇതിന്റെ വസ്തുത വരുന്നത്. കാരണം ഈ പരാതി എന്താണെങ്കിലും ഈ കേട്ടോടത്തോളം ഈ പരാതി ശരിയാണെങ്കിൽ നമുക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ. ശരിയാണെങ്കിൽ അതൊരു തെറ്റായ കീഴ്വഴക്കമാണല്ലോ. ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കും, നീ ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് ഇരുന്നാലും ഇരുന്നില്ലെങ്കിൽ ആര് ചെയ്താലും അത് തെറ്റാണ്. അത് നടപടി എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ വഴിക്ക് പോകട്ടെ. നിയമപാലകരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു വ്യക്തതക്കുറവ് എല്ലാത്തിനുമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ചു, അത് പാർട്ടി കാര്യമാണ്. അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന, പൊതുജനത്തെ ബാധിക്കുന്ന പോസ്റ്റ് അദ്ദേഹത്തിന്റെ MLA സ്ഥാനമാണ്. ആ MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് MLA സ്ഥാനം ഇതുവരെ രാജിവെക്കേണ്ടതായിട്ടുള്ള ഒരു കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്തതായിട്ട് അറിവില്ല. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചാനലുകളൊക്കെ അത് ബ്രേക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ ഇതുവരെ അത് അങ്ങനെ ഒരു ന്യൂസ് ഇല്ല. ഇതുവരെയുള്ള ഒരു ന്യൂസ്, ഒരു അഭിഭാഷകൻ ഈ സൗണ്ട് ഓഡിയോ ക്ലിപ്പിനെ പറ്റിയുള്ള കൃത്യത വരുത്തണം എന്നുള്ള ഒരു പരാതി കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു കേസ് വന്ന് ആ കേസ് സ്പീക്കറുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഇതൊക്കെ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ എങ്ങനെ MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടിയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും ഒക്കെ പറഞ്ഞ് അത് രാജിയിലേക്കും ഒക്കെ എത്തുക. ഇപ്പോൾ തൽക്കാലം അങ്ങനത്തെ ഒരു നിയമ കുടുക്കിൽ അദ്ദേഹം ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ 21-ാം തീയതി ഇപ്പോൾ ഏകദേശം 6:30 മണിയോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം വീഡിയോ പിന്നീട് കാണുന്നത് ഇനി പിന്നീട് അടുത്ത സെക്കൻഡുകളിൽ ഉണ്ടാകുന്ന വാർത്തകൾ ആശ്രയിച്ച് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് 21-ാം തീയതി ഏകദേശം 6:30 മണിയാണ് ഇപ്പോൾ സമയം നമ്മൾ ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത്. ഈ ടൈമിൽ വരെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു കേസുകളും MLA സ്ഥാനം രാജിവെക്കേണ്ടതുമായി ബന്ധപ്പെട്ട കേസുകളില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഇപ്പം നമുക്ക് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഇതുവരെ ഉള്ള ന്യൂസ് അനുസരിച്ച് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടതായ ഒരു കേസ് ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആകെ ഒരു പരാതി ഉള്ളത് ഒരു അഭിഭാഷകൻ കൊടുത്ത ഈ സൗണ്ട് ക്ലിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ക്ലാരിറ്റി, അതിന്റെ ഒറിജിനാലിറ്റി ഇതൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം ബാലാവകാശ കമ്മീഷനും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് MLA സ്ഥാനത്തെ ബാധിക്കുന്ന ഒരു കാര്യം ഇതുവരെ നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം, നന്ദി, നമസ്കാരം.